ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈമിലെ മച്ച് അവൈറ്റഡ് ഗസ്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതെ, അതേ എത്തുമ്പോഴത്തേക്ക് ഫൺസ് അപ്പോൺ എ ടൈമിന് ഷഷ്ടിപൂർത്തി ആവാറായി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഷഷ്ടിപൂർത്തി ആകാറായെങ്കിൽ കൂടി നമ്മുടെ എപ്പിസോഡിലെ പല സമയങ്ങളിൽ ചേട്ടന്റെ ഒരു പ്രസൻസ് ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്റെ കഥകളൊക്കെ എന്നോടും ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, എന്താണ് പിഷാരുടെ ഒരു പരിപാടി തുടങ്ങിയിട്ട് ചെല്ലാത്ത, യൂട്യൂബിലൊക്കെ ആണെങ്കിലും കമന്റ്സ് ഒരുപാട് ധർമ്മജൻ ചേട്ടനെ കൊണ്ടുവരണം, അദ്ദേഹം എവിടെയെന്നൊക്കെ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ധർമ്മന് ഞാനും സ്ക്രീനിൽ വരുന്നതിനേക്കാൾ കൂടുതലായിരുന്നു പിന്നണിയിൽ പ്രവർത്തിച്ചത്. സ്റ്റേജിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും എഴുത്തുകാരായിരുന്നു. ഞങ്ങൾ എഴുതി കൊടുത്ത് മറ്റുള്ളവർ പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ കോമഡിയുടെ ഒരു സപ്ലയേഴ്സ് ആയിരുന്നു. പിന്നീടാണ് ഞങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ പറ്റിയത്. പിന്നെ സ്വന്തമായിട്ടൊരു സീരിയലിന് പൂർണ്ണമായിട്ട് തിരക്കഥ എഴുതിയിട്ടുണ്ട്. ചില സീരിയലുകളുടെ സഹ എഴുത്തുകാരനായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഓൺ സ്ക്രീൻ വന്നേ പിന്നെ പേന തൊട്ടിട്ടില്ല. എളുപ്പപ്പണിയാണല്ലോ. എളുപ്പപ്പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പാടുപെട്ടുള്ള പണിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ പണ്ട് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെ സ്റ്റേജിലൊക്കെ ചെന്നിട്ട് ലൈവായിട്ട് കളിക്കുന്ന പ്രോഗ്രാമുകൾ സ്റ്റേജിന്റെ ബാക്കിൽ നമുക്ക് ഇത് പറയാം, അപ്പം ഞാൻ ഇത് പറയും, നീ ഇത് പറയൂ എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യും. അപ്പോൾ ഇവൻ ചില തമാശകൾ എടുത്ത് വെച്ചിട്ട് ഇത് വേണ്ട, ഈ തമാശ കൊള്ളൂല. ഞാൻ പറയുന്നത് നല്ല തമാശയാണ്, വേണ്ട, ഇത് നമ്മുടെ എപ്പിസോഡിൽ ഈ സാധനം പറയണ്ട. ശരിയാവും പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പറയാതിരിക്കും. ഷോ തുടങ്ങി പകുതി എത്തുമ്പോൾ ഇവൻ ഇത് ഒറ്റ പറച്ചിൽ പറയും, എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ ഇത് പറയുന്ന കേൾക്കുമ്പോൾ ഇവന്റെ ഈ അവസ്ഥ ഓർത്തിട്ട് ഞാൻ ചിരിക്കും. എന്നിട്ട് ഒന്ന് രണ്ട് പേര് പറയണേ, ധർമ്മജന്റെ തമാശ കേട്ട് പിഷാരടി ചിരിച്ചല്ലോ എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരു അവാർഡ് നൈറ്റിന്റെ ബാക്കിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ അവാർഡ് നൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു 50ഓളം ഫലകങ്ങൾ വെച്ചിട്ടുണ്ട്, പലർക്കായിട്ട് കിട്ടിയത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാനും ധർമ്മൻ ഇങ്ങനെ പറയും, നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടുവാടാ, എന്തെങ്കിലും ഒരു ദിവസം ഇതുപോലത്തെ ഒരു അവാർഡ് നമുക്ക് മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ പോയപ്പം ധർമ്മന്റെ വീട്ടിൽ പോയപ്പോൾ അതിലൊരെണ്ണം ധർമ്മന്റെ വീട്ടിൽ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചാൽ ധർമ്മൻ നിനക്ക് ഇത് എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചപ്പോഴേ, നീ അന്ന് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തുകൊണ്ട് പോകുന്നു. അവിടുന്ന് വരണേ ബാക്കി അതെങ്ങനെ അവാർഡ് ബാക്കി വരുന്നത്? എണ്ണിയല്ലേ ഇത് കൊടുക്കാൻ വെച്ചേക്കുന്നത്? മേടിക്കാൻ വരാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പൊ അവിടെ മൂലക്കിരിക്കണ കണ്ടു, നമ്മളവിടെ വെറുതെ സോ സിമ്പിൾ. ഒരു അവാർഡ് സുഖമായിട്ട് എടുത്തോണ്ട് പോയിട്ടുള്ള ഒരാളാണ് ധർമ്മൻ. അതിനുശേഷം ഒരുപാട് അവാർഡുകൾ ഞാനും പിഷാരടിയും വാങ്ങിച്ചിട്ടുണ്ട്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ വഴക്കിട്ടിട്ടില്ലാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരുപാട് വഴക്കുകളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. പൈസ കടം മേടിച്ചു കൊടുത്തില്ല, അങ്ങനെ പല രീതിയിലൊക്കെ വഴക്കുണ്ടായിരുന്നു. അപ്പൊ ഞാനും ഇവനും കൂടെ എന്നാണെങ്കിലും ഒരു 90% സന്ദർഭങ്ങളിലും പൈസ കണക്ക് കറക്റ്റ് ആയിരിക്കും. നമ്മൾ ചായ കുടിക്കുന്ന പൈസയൊക്കെ ഒരാൾ കൊടുക്കുന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൈസ കൃത്യമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ആ കാര്യങ്ങളിൽ ആദ്യം തൊട്ടേ കണക്ക് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ചെയ്യാറുണ്ട്. ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡ് ഫ്രീ ആണ്. അതെ, അല്ല, അപ്പൊ ഫ്രീ ആണെന്ന് അറിഞ്ഞതിനെ പറ്റി എന്താ ധർമ്മചേട്ടൻ പറയാനുള്ളത്? ഒരുപാട് തമാശയൊക്കെ പറയണമെന്ന് കരുതിയാണ് വന്നത്, പക്ഷെ ഫ്രീ ആണ് എന്നറിഞ്ഞത് ഇപ്പോഴാണ്. അതുകൊണ്ട് വലുതായിട്ടൊന്നും പറയുന്നില്ല, ഞാൻ അവിടെ പോയി ഇരിക്കാൻ പോവാം.